വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമ്പന്നമാക്കാൻ ഒരു ഉത്തമ വഴികാട്ടിയാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസിക. ശരിയായ അറിവും ഗുരുഭക്തിയും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന വിശുദ്ധ ദൗത്യവുമായി മുന്നേറുന്ന ഗുരുസാഗരം മാസികയിലെ പംക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. എല്ലാ ബുധനാഴ്ചയും മാസികയിലെ ഏതെങ്കിലും 2 വിഭവങ്ങളുമായി വോയിസ് ഓഫ് ഗുരു നിങ്ങൾക്ക് മുമ്പിലെത്തുന്നു. വീഡിയോ മുഴുവനായും കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഭഗവാനെ ശ്രവിക്കുന്നതിലൂടെ, ആചരിക്കുന്നതിലൂടെ, പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ വിശുദ്ധ ദൗത്യത്തിൽ പങ്കാളികളായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് സഹായകമാണ് വോയിസ് ഓഫ് ഗുരു. ജോലികൾക്കിടയിലും വിശ്രമവേളകളിലും മാസിക വായിച്ചു കേൾക്കാൻ അവസരമൊരുക്കുകയാണ് ഇവിടെ ഞങ്ങൾ. ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2024 ഏപ്രിൽ ലക്കം എഡിറ്റോറിയൽ ഡോക്ടർ AV സുരേഷ് എഴുതുന്ന ഗുരുവൈദ്യം പംക്തിയുമാണ് ഇന്ന് വായിക്കുന്നത്. ആദ്യം എഡിറ്റോറിയൽ നോക്കാം. ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കുള്ള ദൂരം. ഹിംസിക്കുന്ന ജന്തുക്കളെ നമ്മൾ ഹിംസ്ര ജന്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. അവയുടെ ശരീരത്തിന് മറ്റു ജന്തുക്കളേക്കാൾ കരുത്തു കൂടും. കൈകാലുകളിൽ കൂർത്തു വളഞ്ഞ കത്തി പോലുള്ള നഖങ്ങൾ പ്രകൃത്യാ ഉണ്ടാകും. കണ്ണുകളിൽ ക്രൗര്യവും പ്രകൃതത്തിൽ ആക്രമണ മനോഭാവവും ഉണ്ടാകും. എന്നാൽ മനുഷ്യൻ്റെ കൈവിരലുകളും നഖങ്ങളും മുഖവും പ്രകൃതവുമൊക്കെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ഉറുമ്പു മുതൽ നീലത്തിമിംഗരം വരെയുള്ള ജീവികൾ മനുഷ്യൻ്റെ കൈത്തലത്തിൽ നിന്ന് തലോടലേൽക്കാൻ കൊതിക്കും. അത്ര മൃദുവും കരുതലും ആ കൈകളിൽ ഉണ്ട്. അവൻ്റെ നോട്ടത്തിലുള്ള കാരുണ്യം മറ്റൊരു ജീവിയിലും കാണാൻ കഴിയില്ല. പുഞ്ചിരിക്കാൻ കഴിയുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവന് ആയാസരഹിതമായി സാധിക്കും. ബൈബിൾ പറയുന്നു, ദൈവം എല്ലാ ജീവികൾക്കും ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. അവൻ ഉണ്ടാക്കിയ ഏദൻ തോട്ടത്തിന് കാവലായി മനുഷ്യനെ നിയോഗിച്ചു. ഈ ഭൂമി ദൈവത്തിൻ്റെ ഏദൻ തോട്ടമാണ്. അവിടെ കോടാനുകോടി സൃഷ്ടികൾ വളരുന്നു. അവയ്ക്കെല്ലാം വേണ്ടതു നൽകാനും പരിപാലിക്കാനും ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി മനുഷ്യൻ നിലകൊള്ളുന്നു. എത്ര ഉദാത്തമായ സങ്കല്പമാണത്! എല്ലാ ജീവികളിലും കരുണയുള്ളവൻ മനുഷ്യനാണെന്ന് ഖുർആൻ പറയുന്നു. മനസാ വാചാ കർമ്മണ ഒരു ജീവിയെയും ഉപദ്രവിക്കാത്തവനാണ് മനുഷ്യനെന്ന് ശ്രീബുദ്ധൻ വിശദീകരിക്കുന്നു. എല്ലാ ജീവികളും ഒരേ ആത്മസ്വരൂപമാണെന്ന് ഭഗവത്ഗീത പറയുന്നു. മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് മഹാഗുരു പറയുന്നു. എന്നാൽ ഇതെല്ലാം വിശ്വസിച്ച് ജീവിക്കുന്നു എന്ന് നടിക്കുന്ന മനുഷ്യർക്ക് കൊലയും ഹിംസയും ഒരു പാപമായി കാണാൻ കഴിയാതെ പോകുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന ഒരു പാവം പഠിതാവ് ദിവസങ്ങൾ നീണ്ട പീഡകൾ ഏറ്റുവാങ്ങി കൊല്ലപ്പെട്ടു. കൊന്നത് സഹപാഠികൾ, കൊല്ലാൻ കൂട്ടുനിന്നത് പാഠശാലയും. മൃഗസംരക്ഷണം പഠിക്കുന്നവർക്ക്
മൃഗങ്ങളെക്കാൾ ക്രൂരതയുണ്ടായിരിക്കുന്നു. വഴിയിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ടു ചെന്നാൽ മനുഷ്യനെപ്പോലെ കണ്ട് ശസ്ത്രക്രിയയും മറ്റും നടത്തി അതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതെങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന കലാശാലയാണ് വെറ്റിനറി കോളേജ്. അവിടെ മനുഷ്യൻ മനുഷ്യനെ തന്നെ നീചമായി കൊല ചെയ്യുന്നു. ആരും പ്രതികരിക്കാനോ രക്ഷിക്കാനോ ഇല്ല. എല്ലാവരും ഭയമുള്ളവരാണ്. 33 ദേവകൾ, ഏകദൈവ വിശ്വാസികൾ എന്നഭിമാനിക്കുന്ന മതങ്ങൾ എന്നിവയുണ്ടായിട്ടും ഇവിടെ ആർക്കും അഭയമില്ല. എല്ലാവർക്കും ഭയം. ആരെയാണ് ഭയക്കുന്നത്? മനുഷ്യൻ മനുഷ്യനെ തന്നെ ഭയക്കുന്നു. എന്താണ് കാരണം? മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം പോയിരിക്കുന്നു. അതുതന്നെ കാരണം. കാടിൻ്റെ വന്യതയിൽ കൊന്നും തിന്നും തല്ലിപ്പിടിച്ചും കഴിഞ്ഞ ആ പൂർവ്വകാലത്തിലേക്ക് ആധുനിക ശാസ്ത്ര സന്നിവേശത്തോടെ മനുഷ്യൻ തിരികെ പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ശാസ്ത്രം അവനോട് കൊല്ലരുതെന്ന് പറയുന്നില്ല. പകരം കൊന്നാൽ എങ്ങനെയൊക്കെ തിന്നാമെന്നും തെളിവ് നശിപ്പിച്ച് എങ്ങനെ രക്ഷപ്പെടാമെന്നും പഠിപ്പിക്കുന്നു. രാഷ്ട്രീയം അവനോട് പറയുന്നു, നീ ഞങ്ങളുടെ ആളായാൽ മതി, പിന്നെ എന്തു വേണമെങ്കിലും ആയിക്കോ, ആരും ചോദിക്കാൻ വരില്ലെന്ന്. കൊന്നവൻ്റെയും ചത്തവൻ്റെയും സമൂഹത്തിലുള്ള സ്വാധീനമനുസരിച്ചാണ് കൊല പാപമാണോ അല്ലയോ എന്ന് ഇക്കാലത്ത് തീരുമാനിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ അധപ്പതിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെവിടെ അതിനൊക്കെ സമയം? വല്ല വിധേനയും നിന്നു പിഴയ്ക്കാൻ പാടുപെടുമ്പോൾ ഇത്തരം ചിന്തകളും ചോദ്യങ്ങളുമൊന്നും ആരിലും ഉണ്ടാവില്ല. സമൂഹത്തിൻ്റെ ഈ മനോഭാവം വലിയ അളവിൽ ഹിംസയ്ക്ക് കാരണമാകുന്നുണ്ട്. ജന്തുക്കളെ കൊന്നു തിന്നുന്നത് തങ്ങളുടെ അവകാശമാണെന്ന് വാദിക്കുന്നവരുടെ എണ്ണം ദിവസം പ്രതി കൂടുകയാണ് സമൂഹത്തിൽ. അവർ സർവാഹങ്കാരത്തോടെ ആ വഴിയിൽ മതിക്കുന്നു. അങ്ങനെ മാംസാഹാരത്തിൽ നിന്ന് മദ്യത്തിലേക്കും മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിലേക്കും എളുപ്പമായ ഒരു പാത തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരു മതവും ഈ വഴികൾ അടയ്ക്കാൻ ശ്രമിക്കുന്നില്ല. പകരം കൂടുതൽ തുറന്നു കൊടുക്കുന്നു. എല്ലാവർക്കും ആഗ്രഹങ്ങളാണ് വലുത്. അവ സാധിക്കുക എന്നതാണ് ജീവിതം. അതിന് ഏതു വഴിയും ശ്രമിക്കുക എന്നത് ഒരുവൻ്റെ അവകാശമായും എന്തു ചെയ്തും ആഗ്രഹം സാധിക്കുന്നത് ഒരുവൻ്റെ മിടുക്കായും പരിഗണിക്കപ്പെടുന്നു. ഇതൊരു ആധ്യാത്മിക മാസികയുടെ എഡിറ്റോറിയൽ ആയതുകൊണ്ടാണ് പത്രാധിപർക്ക് ഇങ്ങനെ തുറന്നെഴുതാൻ പോലും സാധിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ വിഷയം മിണ്ടാൻ പോലും ഇന്ന് അനുവാദമില്ല. സോഷ്യൽ മീഡിയ എന്ന കഴുകൻ്റെ പുറത്തേറി മാംസപ്രിയർ മയക്കുമരുന്നു ലഹരിയിൽ ആക്രമണം അഴിച്ചുവിടും. ചിലപ്പോൾ നേരിട്ടും വരും അവർ. റോഡിലിറങ്ങി നടക്കുമ്പോൾ എന്തു കണ്ടാലും കൊണ്ടാലും മിണ്ടാതെ വീട് പറ്റിക്കൊള്ളണം. വഴിയിൽ തല്ലിയവനെ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പോലും കുഴപ്പമാണ്. ആക്രമണം അവൻ കടുപ്പിക്കും. ചത്താലും തീരാത്ത ക്രോധമാണ് പിന്നെ. ഒരു പരിചയമില്ലാത്ത ഒരുവനെ ഒരു നിമിഷം കൊണ്ട് ആജന്മ ശത്രുവായി കാണും. പിന്നെ കൊന്നാലും തീരില്ല പക. അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ. കൊല്ലപ്പെടുന്നവന് മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. അതുകൊണ്ട് അവനൊരിക്കലും നീതിയും കിട്ടില്ല. കൊല്ലുന്നവനെ രക്ഷിക്കാൻ മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ജാതി സംഘടനകളുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യനെ നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ച എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ന് കൊല്ലുന്നവരുടെ സംരക്ഷകരാണ്. കൊല്ലപ്പെടുന്നവർ വെറും ഇരകൾ മാത്രവും. വിശ്വാസിയെ ചോദ്യം ചെയ്യുന്ന മതത്തിനും രാഷ്ട്രീയത്തിനും ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. അതിനാൽ അവരാരും ഒന്നും പറയാറില്ല. കൊന്നിട്ട് വന്നാലും തിന്നിട്ട് വന്നാലും അവർ വിശ്വാസിക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് പണം, അധികാരം എന്നിവയാണ്. അതിനു കൂട്ടുനിൽക്കുന്നവർക്ക് ഞങ്ങൾ എല്ലാ സംരക്ഷണവും നൽകുമെന്നാണ് മതവും രാഷ്ട്രീയക്കാരും പറയുന്നത്. ഒരു കാര്യം മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കൊന്നും കൊലയ്ക്കു കൊടുത്തും നിങ്ങൾ എന്തൊക്കെ നേടിയാലും ഒരു കാര്യവുമില്ല. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലുമെന്ന ഗുരുവാക്യമനുസരിച്ച് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ ഇവിടം വിടാമെന്ന് ആരും കരുതേണ്ട.
അത് മനുഷ്യനുണ്ടാക്കിയ നിയമമല്ല, ദൈവനീതിയാണ്. ആരും അതിന് അതീതരായിട്ടില്ല. ഇതോടെ എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. വരിസംഖ്യ അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858. എന്നിട്ട് വിലാസം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 6282319294. ഏറാം പിറന്നാളിനോടനുബന്ധിച്ച് മാസിക ഡിജിറ്റൽ ആയിരിക്കുന്നു. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മാസിക വായിക്കാവുന്നതാണ്, വരിക്കാരാവുകയും ചെയ്യാം. ഇനി നമുക്ക് ഗുരുവൈദ്യം പംക്തിയിലെ ഡോക്ടർ AV സുരേഷ് എഴുതിയ മൈഗ്രെയിൻ എന്ന വിഷയത്തെക്കുറിച്ച് വായിക്കാം. ഇന്നത്തെ കാലത്ത് മൈഗ്രെയിൻ അഥവാ ശക്തമായ തലവേദന ഒരുപാട് പേരുടെ പരാതിയാണ്. ശക്തമായ തലവേദനയാണ് മൈഗ്രെയിൻ. ചെറിയ വേദനയായി തുടങ്ങി മണിക്കൂറുകളോ ദിവസങ്ങളോളമോ നീണ്ടു നിൽക്കുകയും മനം മറിച്ചിലും ഛർദിയും ഉണ്ടാകുകയും ശക്തമായ പ്രകാശവലയങ്ങൾ കാണുകയും ശബ്ദങ്ങൾ കേൾക്കുന്നത് അസഹനീയമാകുകയും ചെയ്യുന്ന അവസ്ഥ. ഛർദിച്ചു കഴിഞ്ഞാൽ ആശ്വാസം തോന്നുകയും കുറച്ചുനേരം മയങ്ങിക്കഴിഞ്ഞാൽ സാധാരണ നിലയിലാവുകയും ചെയ്യും. ചിലർക്ക് മൈഗ്രെയിൻ വന്നാൽ തലയോട്ടിയുടെ ഒരു വശത്ത് ഞരമ്പുകൾ തുടിക്കുന്നതായി അനുഭവപ്പെടും. തലവേദന വന്നു മാറിക്കഴിഞ്ഞാൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വിരക്തി ഉണ്ടാകും എന്നു മാത്രമല്ല, നിത്യജോലികൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിത്തീരും. പ്രായഭേദമന്യേ ആർക്കും വരുന്നതാണ് മൈഗ്രെയിൻ. കുട്ടികൾക്കും കൗമാരക്കാർക്കും യുവാക്കൾക്കും വൃദ്ധർക്കും സ്ത്രീകൾക്കും വരാം. ഓരോരുത്തർക്കും തലവേദനയ്ക്ക് കാരണം പലതാകാം. മൈഗ്രെയിൻ വരുന്നതിന് മുന്നോടിയായി ചില ലക്ഷണങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ആഹാരകാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടുള്ള ജോലി ചെയ്യൽ, ഉറക്കം ശരിയാകാത്ത അവസ്ഥ, സ്ഥിരമായ ഔഷധ സേവ, ഇതൊക്കെ തലവേദനയ്ക്കുള്ള കാരണങ്ങളായി പറയാം. മൈഗ്രെയിന് 4 അവസ്ഥകളുണ്ട്. തലവേദന തുടങ്ങുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ, പ്രകാശവലയങ്ങൾ കാണുന്ന അവസ്ഥ, തലവേദന, തലവേദനയ്ക്ക് ശേഷമുള്ള പ്രശ്നങ്ങൾ എന്നിവയാണ് ഈ 4 അവസ്ഥകൾ. എന്നാൽ എല്ലാവരിലും ഈ 4 ലക്ഷണങ്ങളിലൂടെ കടന്നു പോകണമെന്നുമില്ല. പൂർവ്വലക്ഷണങ്ങൾ. മൈഗ്രെയിൻ വരുന്ന വ്യക്തിക്ക് 2-3 ദിവസം മുതൽ മുമ്പ് തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മലബന്ധം, കഴുത്തിന് മരവിപ്പ്, വിഷാദം, കൂടെ കോട്ടുവായിടുക, മൂത്രം കൂടുതലായി പോകുക എന്നിങ്ങനെ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങളും ഉണ്ടാകും. പ്രകാശവലയം. തലവേദന തുടങ്ങുന്നതിനു മുമ്പ് ചിലർക്ക് ശക്തമായ പ്രകാശവലയങ്ങൾ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കും. ഇത് തലവേദനയിൽ ഉടനീളം തുടരുകയും ചെയ്യും. നേരിയതായി തുടങ്ങി പിന്നീട് ശക്തമായി മിനിറ്റുകളോളവും മണിക്കൂറുകളോളം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചേക്കാം. ഇത് പല രീതിയിൽ ഷേപ്പുകളുള്ള ശക്തമായ പ്രകാശ ചിത്രങ്ങളായി അനുഭവപ്പെടാം. ചിലപ്പോൾ ഒന്നും കാണാൻ സാധിക്കാത്ത, കാഴ്ച പോയതെന്ന അനുഭവവും കുറച്ചു നേരത്തേക്ക് ഉണ്ടാകാം. കൈകാലുകളിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ വേദനയും മരവിപ്പും അനുഭവപ്പെടാം. മുഖത്തെ മാംസപേശികൾക്ക് ബലക്കുറവും മരവിപ്പും തോന്നാം. സംസാരിക്കാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെടാം. തലവേദന. 3ാമത്തെ അവസ്ഥയാണ് തലവേദന ചെറുതായി തുടങ്ങി ശക്തമായി മാറുന്നത്. ഇത് 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. തലയുടെ ഒരു വശത്തു മാത്രമായോ 2 വശത്തുമായോ വേദന അനുഭവപ്പെടാം. തലയോട്ടിയിലെ രക്തക്കുഴലുകൾ പൾസ് അടിക്കുന്നത് പോലെയോ വിങ്ങുന്നത് പോലെയോ തോന്നാം. ഓക്കാനവും ഛർദിയും വരാം. ശബ്ദം കേൾക്കുന്നതും വെളിച്ചം കാണുന്നതും അസഹ്യമാകും. മുഖത്തെ മാംസപേശികൾക്ക് തളർച്ചയോ വേദനയോ ഉണ്ടാകാം.
ഈ അവസ്ഥയിൽ ഛർദ്ദിക്കുന്നതുകൊണ്ട് തലവേദന ശമിക്കുകയും മയങ്ങി പോകുകയും ചെയ്യും. തലവേദനയ്ക്കു ശേഷമുള്ള അവസ്ഥ. തലവേദനയ്ക്കു ശേഷം ഒരു വ്യക്തിക്ക് വിഷാദമോ കൺഫ്യൂഷനോ ഒരു ദിവസം വരെ തോന്നാം. പലപ്പോഴും അസ്വസ്ഥനായിരിക്കും. ചിലപ്പോൾ ഭയങ്കര വിശപ്പും വിശപ്പില്ലായ്മയും തോന്നാം. മൈഗ്രെയിൻ തുടക്കത്തിൽ ആരും അത് കാര്യമായി എടുക്കാറില്ല. വേദനാ സംഹാരികൾ കഴിച്ചോ പെയിൻ ബാം തേച്ചോ തൽക്കാല ശമനം നേടും. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ തലവേദന തീവ്രമായി വരുമ്പോഴും തുടർന്നുള്ള പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുമ്പോഴുമാണ് പലരും ചികിത്സ തേടാൻ നിർബന്ധിതരാകുന്നതും. പെട്ടെന്ന് അസഹ്യമായ തലവേദന വരുമ്പോഴും അപസ്മാരബാധ പോലെ വരുന്നതും ശക്തമായ പനി, കൈകാലുകൾക്ക് ബലക്കുറവും തളർച്ചയും അനുഭവപ്പെടുന്നുവെങ്കിൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. മൈഗ്രെയിൻ കാരണങ്ങൾ. മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പൂർണ്ണമായും വ്യക്തമായും കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ജനിതകവും പാരിസ്ഥിതികവുമായ കാരണങ്ങൾക്കൊപ്പം ആഹാര സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തലവേദനയ്ക്ക് കാരണമാകും. തലച്ചോറിൻ്റെ കഴുത്തിനു മുകളിലുള്ള ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗവും ട്രൈജെമിനൽ നെർവ് എന്ന മസ്തിഷ്ക നാഡിയും തമ്മിലുള്ള സംവേദന പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങളും നാഡീവ്യവസ്ഥയിലെ വേദന നിയന്ത്രിക്കുന്ന സെറാട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ അസന്തുലിത പ്രവർത്തനവും മൈഗ്രെയിന് കാരണമാകുമെന്നാണ് ഗവേഷകർ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. മൈഗ്രെയിൻ അസഹ്യമായി വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ. സ്ത്രീകളിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ മൈഗ്രെയിൻ വർദ്ധിക്കുന്നതിന് കാരണമാകും. മെൻസസിന് മുമ്പും മെൻസസ് സമയത്തും സ്ത്രീകളിൽ മൈഗ്രെയിൻ വർദ്ധിക്കും. ഗർഭാവസ്ഥയിലും ആർത്തവ വിരാമ സമയത്തും തലവേദന സ്ത്രീകളിൽ അസഹ്യമാകും. അതുപോലെ ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവരിലും അസുഖം വർദ്ധിക്കാനിടയുണ്ട്. മദ്യം, വൈൻ, കോഫി എന്നിവയുടെ ഉപയോഗം തലവേദന വർദ്ധിക്കാൻ കാരണമാകാം. തുടർച്ചയായ മാനസിക സമ്മർദ്ദം മൈഗ്രെയിൻ വർദ്ധിപ്പിക്കും. ശക്തിയേറിയ പ്രകാശം, ഫ്ലാഷ് ലൈറ്റുകൾ, രൂക്ഷമായ ഗന്ധം, അസഹ്യമായ ശബ്ദങ്ങൾ എന്നിവയും തലവേദന അധികമാക്കും. ഉറക്കമിളയ്ക്കുന്നതും കൂടുതൽ ഉറങ്ങുന്നതും തലവേദന വർദ്ധിപ്പിച്ചേക്കാം. കഠിനമായ വ്യായാമമുറകൾ, ലൈംഗിക ആസക്തി എന്നിവയും മൈഗ്രെയിൻ കൂടുന്നതിന് കാരണമാകാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം. അസഹ്യമായ ചൂട്, തണുപ്പ്, മൂടിക്കെട്ടിയ അന്തരീക്ഷം എന്നിവയും ചിലർക്ക് പ്രശ്നമാകാറുണ്ട്. രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന നൈട്രോഗ്ലിസറിൻ പോലുള്ള മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ എന്നിവയും തലവേദന കൂട്ടാം. അതിയായ മസാല ചേർത്ത ഭക്ഷണം, അധികം ഉപ്പുള്ള ഉണക്കമത്സ്യം, ഫ്രീസറിലിരിക്കുന്ന ചീസ് എന്നിവയും ചിലർക്ക് പ്രശ്നമാണ്. ഭക്ഷണത്തിൽ സ്വാദ് കൂട്ടുന്നതിനായി ചേർക്കുന്ന അജിനോമോട്ടോ പോലുള്ള രാസവസ്തുക്കൾ മൈഗ്രെയിൻ വർദ്ധിപ്പിക്കും. രോഗം സ്ഥിരീകരിക്കൽ. പരിചയസമ്പന്നനായ ഒരു ഫിസിഷ്യനോ ന്യൂറോളജിസ്റ്റിനോ രോഗിയുടെ ചരിത്രം, രോഗലക്ഷണങ്ങൾ, ചികിത്സാ ചരിത്രം ഇവയൊക്കെ കണക്കിലെടുത്ത് ശാരീരിക പരിശോധനകളും ന്യൂറോളജിക്കൽ പരിശോധനയും നടത്തി രോഗം സ്ഥിരീകരിക്കാൻ സാധിക്കും. അതിനായി MRI സ്കാൻ, CT സ്കാൻ എന്നിങ്ങനെയുള്ള ആധുനിക പരിശോധനകൾ നടത്തേണ്ടതായും വരും. MRI സ്കാൻ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് വഴി തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളുടെ വിശദമായ ചിത്രങ്ങളും രക്തക്കുഴലുകളുടെ പ്രവർത്തന മികവുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുവഴി ക്യാൻസർ, സ്ട്രോക്ക്, ബ്ലീഡിംഗ്, ഇൻഫെക്ഷൻ, നീർക്കെട്ട് എന്നിവ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താം. CT സ്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി വഴി തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ക്രോസ് സെക്ഷനുകളുടെ വ്യക്തമായ ചിത്രങ്ങൾ വഴി ഉള്ളിലുള്ള കുഴപ്പങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മൈഗ്രെയിൻ ചികിത്സ. തലവേദനയ്ക്കുള്ള ചികിത്സ വേദനാ സംഹാരികളുടെ ഉപയോഗവും അതുവഴി ആശ്വാസം ലഭിച്ചാൽ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഔഷധ സേവയുമാണ്. വേദന സംഹാരികൾ താൽക്കാലിക ശമനം നൽകുന്ന അനവധി ആധുനിക മരുന്നുകളുണ്ട്. ഇവയുടെ സ്ഥിരമായ ഉപയോഗം വയറ്റിൽ അൾസറും
ഗ്യാസും മലബന്ധവുമൊക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് സ്ഥിര ഉപയോഗം നല്ലതല്ല. മൈഗ്രെയിൻ വരാതിരിക്കുന്നതിനുള്ള ഔഷധങ്ങൾ പലതും രക്തസമ്മർദ്ദം കുറയുന്നതിനും പേശികൾക്ക് അയവ് വരുത്തുന്നതിനും അതുവഴി തലവേദന ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നതുമാണ്. ഇവയുടെ സ്ഥിരമായ ഉപയോഗവും ശരിയല്ല. ജീവിതചര്യകളുടെ ക്രമീകരണവും ഗൃഹവൈദ്യവും. മൈഗ്രെയിൻ വരുന്നതായി ബോധ്യമായാൽ ശാന്തമായ വെളിച്ചത്തിൻ്റെ ശല്യമില്ലാത്ത ഒരു ഇരുണ്ട മുറിയിൽ കണ്ണുകൾ അടച്ച് ചാരിയിരുന്ന് വിശ്രമിക്കുക. കഴിയുമെങ്കിൽ ചെറുതായി മയങ്ങുക. തലവേദനയ്ക്ക് ആശ്വാസമാകും. നനഞ്ഞ തുണി നെറ്റിയിൽ നനച്ചിടുക. ഐസ് വാട്ടറിൽ മുക്കിയ ടവൽ കൊണ്ട് നെറ്റിയിൽ കെട്ടുക. കഴിയുമെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക. രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വ്യായാമമോ സൂര്യനമസ്കാരമോ യോഗയോ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. അതുപോലെ അതിയായ മസാല ചേർത്തുള്ള ഭക്ഷണം ഒഴിവാക്കണം. രാത്രി വൈകി ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത്. നന്നായി ഉറങ്ങുക. എന്നാൽ ഉറക്കം കൂടുകയും അരുത്. ദിവസവും കൃത്യമായ ഇടവേളകളിൽ ധാരാളം വെള്ളം കുടിക്കുകയും വേണം. അക്യൂപങ്ക്ചർ ചികിത്സ മൈഗ്രെയിന് നല്ല ശമനം നൽകുന്നതായി കാണുന്നു. വൈറ്റമിൻ, മിനറൽസ്, ഹെർബ്സ് എന്നിവ ഉൾപ്പെടുന്ന ന്യൂട്രീഷണൽ മെഡിസിൻ ചികിത്സയും ഫലപ്രദമായി കാണുന്നു. ഉയർന്ന ഡോസിൽ വൈറ്റമിൻ B2 നൽകുമ്പോൾ മൈഗ്രെയിൻ തീവ്രത കുറഞ്ഞ് നന്നായി ശമിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ കോഎൻസൈം Q10 മൈഗ്രെയിൻ ശമനത്തിന് വിശ്വസിച്ച് ഉപയോഗിക്കാം. അതുപോലെ മഗ്നീഷ്യം സപ്ലിമെൻറ്റുകളും ചിലർക്ക് ഫലപ്രദമായി കാണുന്നു. തലവേദന ആയുർവേദത്തിൽ. ശിരോരോഗങ്ങളെ പ്രതിപാദിക്കുന്നതിൻ്റെ കൂടെയാണ് ശിര ശൂല എന്ന പേരിൽ തലവേദനയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ ആയുർവേദത്തിൽ സമഗ്രമായി വിവരിച്ചിരിക്കുന്നത്. വാത, പിത്ത, കഫ ദോഷങ്ങളാൽ പ്രത്യേകം ഉണ്ടാകുന്നതും ത്രിദോഷങ്ങളും കോപിച്ചുണ്ടാകുന്നതും ആഗന്തുകമായ രോഗങ്ങളോളം ഉണ്ടാക്കുന്നതും എന്നിങ്ങനെ തലവേദനകൾ പ്രത്യേകമായി പറയുകയും അവയുടെ ചികിത്സയും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂര്യാവർത്തം, അർത്ഥാവഭേദകം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന തലവേദനകളാണ് മൈഗ്രെയിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എടുത്തു കാണിക്കുന്നത്. സൂര്യാവർത്തം. സൂര്യൻ ഉദിക്കുന്നതോടെ നേരിയതായി തുടങ്ങുന്ന തലവേദന മധ്യാഹ്നത്തിൽ ഉച്ചസ്ഥായിയാകുന്നതിനനുസരിച്ച് ശക്തമായി കഠിനമായി തീരുകയും സായാഹ്നത്തിൽ കുറഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതോടെ പൂർണ്ണമായും ശമിക്കുകയും ചെയ്യുന്നതാണ് സൂര്യാവർത്തമെന്ന തലവേദന. ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം മൈഗ്രെയിന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ശക്തമായ പ്രകാശവലയങ്ങൾ കാണുന്നതും ഛർദ്ദിക്കുന്നതും, ഛർദ്ദി കഴിഞ്ഞാൽ ക്ഷീണത്തോടെ മയങ്ങി എഴുന്നേൽക്കുമ്പോൾ പൂർണ്ണമായും ആശ്വാസം ലഭിക്കുന്നതും, ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലും അസഹ്യമാകുന്നതുമൊക്കെ സൂര്യാവർത്ത രോഗിയും അനുഭവിക്കുന്നതാണ്. അർത്ഥാവഭേദകം. തലയുടെ ഒരു ഭാഗത്തുമാത്രം അനുഭവപ്പെടുന്ന തലവേദന. തലവേദന സമയത്ത് ഞരമ്പുകൾ ശക്തമായി തുടിക്കുന്നതും മനം മറിച്ചിലും ഛർദിയുമൊക്കെ അർത്ഥാവഭേദക രോഗത്തിലും ഉണ്ടാകും. തലവേദന ആഗന്തുജമായ കാരണങ്ങളാൽ ഉണ്ടാക്കുന്നത് പൊടിയേൽക്കുക, പുകയേൽക്കുക, ഉറക്കമിളവ്, ശിരസിൽ അടിയേൽക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ സംഭവിക്കുന്നവയാണ്. ഈ തലവേദനകൾക്കെല്ലാം ഫലപ്രദമായ ചികിത്സാവിധികളും ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തലവേദന ചികിത്സ. ശിരോലേപനം, ശിരോധാര, ശിരോവസ്തി, നസ്യം, വമനം, വിരേചനം, വസ്തി തുടങ്ങിയ ക്രിയാക്രമങ്ങൾക്കൊപ്പം കഷായം, അരിഷ്ടം, ചൂർണം, ഗുളിക, ആസവം തുടങ്ങി അനേക ഔഷധങ്ങളും യുക്തി പോലെ പ്രയോഗിക്കുന്നതിനായി ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശിര-ശൂല രോഗികളിൽ പൊതുവെ ജഠരാഗ്നി മാന്ദ്യം കണ്ടുവരുന്നുണ്ട്. അതിനാൽ അഗ്നി ദീപ്തമാകുന്നതിനായി ദീപന പചന സ്വഭാവമുള്ള ഔഷധങ്ങൾ നൽകാൻ വിധിയുണ്ട്. ഇഞ്ചിനീര്, ചെറുനാരങ്ങാ നീര് എന്നിവ
1 ടേബിൾ സ്പൂൺ വീതം യോജിപ്പിച്ച് ദിവസവും 1-2 നേരം കഴിക്കുന്ന രോഗികൾക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നുണ്ട്. ഇത് നല്ല ദഹനശക്തി നൽകുന്നതാണ്. വാരണാദി കഷായം, പദ്യാഷഡംഗ കഷായം, ചിരുവില്വാദി കഷായം, ഗന്ധർവഹസ്താദി കഷായം, ദശമൂല ജീരകാരിഷ്ടങ്ങൾ, അഭയാരിഷ്ടം, പിപ്പല്യാസവം തുടങ്ങിയ അരിഷ്ടങ്ങളും ഗുണം ചെയ്യുന്നവയാണ്. അതുപോലെ അഷ്ടചൂർണം, വൈശ്വാനര ചൂർണം എന്നിവയും ജഠരാഗ്നിദീപ്തി ഉണ്ടാക്കുന്ന ഔഷധങ്ങളാണ്. പഞ്ചകർമ്മ വിധികളും നസ്യം, വമനം, വിരേചനം, വസ്തി എന്നിവകളും രോഗബലമനുസരിച്ച് നൽകുമ്പോൾ വളരെ നല്ല ശമനമാണ് രോഗികൾക്ക് ലഭിക്കുന്നത്. നസ്യം. നാസായം പ്രണീയമാനമൗഷധം നസ്യം. നാസാദ്വാരത്തിലൂടെ ഔഷധം പ്രയോഗിക്കുന്നതിനാണ് നസ്യം എന്ന് പറയുന്നത്. നാസ്വാഹി ശിരസോദ്വാരം തേന തദ്വാപ്യഹന്തീതാൻ. ശിരസിലേക്കുള്ള, അതായത് തലച്ചോറിലേക്കുള്ള ഏറ്റവും അടുത്ത ദ്വാരം നാസികാദ്വാരങ്ങളാണ്. അതുവഴി പ്രയോഗിക്കുന്ന ഔഷധം ശിരസിൽ പെട്ടെന്ന് വ്യാപിച്ച് രോഗശമനം നൽകുന്നു. ഇതാണ് നസ്യം പ്രയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനം. വിരേചന ബൃംഹണ സ്വഭാവമുള്ള നസ്യങ്ങളാണ് തലവേദനയ്ക്ക് ഫലപ്രദമായി കാണുന്നത്. അണുതൈലം വിരേചന ഗുണമുള്ള ഔഷധമാണ്. അതായത് കഫക്കെട്ടുള്ള അവസ്ഥയിൽ അവയെ ഇളകി പുറത്തു കളയാൻ സഹായിക്കുന്ന തീഷ്ണ ഉഷ്ണ ഗുണങ്ങളോട് കൂടിയ ഔഷധങ്ങൾ ഇട്ട് സംസ്കരിച്ചെടുക്കുന്നത് കൊണ്ടാണ് അണുതൈലം തലവേദനാശമനം നൽകുന്നത്. കഫമില്ലാത്തവർക്കുണ്ടാകുന്ന തലവേദനയിൽ നാഡികൾക്ക് പോഷണം നൽകുന്ന ഔഷധങ്ങൾ ഇട്ടു തയ്യാറാക്കിയ ക്ഷീരബല, ധന്വന്തരം എന്നീ ബൃംഹണ അഥവാ പോഷണ സ്വഭാവമുള്ള തൈലങ്ങളാണ് വേദനാശമനത്തിന് കാരണമാകുന്നത്. വമനം. വമനകർമ്മം കഫരോഗങ്ങൾക്ക് കൂടിയാണ് വിധിച്ചിരിക്കുന്നത്. സ്വേദകർമ്മങ്ങൾക്കു ശേഷം വമനം നടത്തുമ്പോൾ സൈനസുകളിലും കണ്ഠത്തിലും ശ്വാസകോശക്കുഴലുകളിലുമൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കട്ടി കഫത്തെ ഇളക്കി കളയുന്നതുകൊണ്ട് കൂടുതൽ പ്രാണവായുവിനെ ഉൾക്കൊള്ളാൻ ശ്വാസകോശത്തിന് കഴിയുകയും ഉള്ളിലെ സമ്മർദ്ദം ഒഴിവാകുന്നതുകൊണ്ട് മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. വിരേചനം. ഉദരത്തിലും കരളിലുമൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും വിഷാംശത്തെയുമൊക്കെ വയറിളക്കുന്നതിലൂടെ പുറത്തു കളഞ്ഞ് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതുവഴി ജഠരാഗ്നിദീപ്തി വർദ്ധിപ്പിക്കുന്നതിനും കഴിയുന്നതിലൂടെ മൈഗ്രെയിന് ശമനം ലഭിക്കും. അവിപത്തി ചൂർണം, ഹൃദ്യവിരേചനം, ലേഹ്യം എന്നിങ്ങനെ സുഖകരമായ ശോധന നൽകുന്ന ഔഷധങ്ങളാണ്. വസ്തി. ഉദരത്തിലെ ഊർജപ്രഭവ കേന്ദ്രങ്ങളായ നാഡീചക്രങ്ങളെ ശുദ്ധീകരിക്കുകയും ഊർജപ്രഭാവം സുഗമമാക്കുകയും ചെയ്യുന്ന ധർമ്മമാണ് വസ്തി. ദേഹപോഷണത്തെ ചെയ്യുന്ന ഔഷധങ്ങളിട്ടു സംസ്കരിച്ച കഷായ സ്നേഹവസ്തികൾ നാഡികളെയും തലച്ചോറിലെ നാഡീകേന്ദ്രങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതിലൂടെ തലവേദനയ്ക്ക് ശമനമുണ്ടാകുന്നതാണ്. ന്യൂട്രീഷണൽ മെഡിസിൻ. സമീകൃത ആഹാരത്തിൽ ആനുപാതികമായി വരേണ്ട പോഷകങ്ങളെല്ലാം കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്നാൽ ജീവിതശൈലീ രോഗങ്ങളൊന്നും തന്നെ പിടിപെടില്ല എന്നത് സത്യമാണ്. ആവശ്യത്തിനു മാത്രം അന്നജവും എസൻഷ്യൽ അമിനോ ആസിഡുകൾ 9 എണ്ണവും അടങ്ങിയിട്ടുള്ള പ്രോട്ടീനും അപൂരിത കൊഴുപ്പും വിറ്റാമിനുകളും ധാതുക്കളുമൊക്കെ വേണ്ട അളവിൽ ലഭ്യമായ ശുദ്ധമായ ഭക്ഷണം നിത്യവും കഴിക്കുവാൻ സാധിച്ചാൽ അസുഖങ്ങൾ അകന്നുതന്നെ നിൽക്കും. ജീവൻ്റെ വൈറ്റമിനായ വൈറ്റമിൻ സിയും ശരീരത്തിനു ബലം നൽകുന്നതും നീർക്കെട്ട് അകറ്റുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡിയും മൃദുകോശ നിർമ്മാണത്തിനാവശ്യമായ വൈറ്റമിൻ ഇയും നാഡികളുടെയും തലച്ചോറിൻ്റെയും പ്രവർത്തന മികവിന് കാരണമായ വൈറ്റമിൻ എയും ശരീരാവയവങ്ങളുടെ പ്രവർത്തനത്തിനാവശ്യമായ ബി വൈറ്റമിനുകളും അയണും കാൽസ്യവും സിങ്കിനുമൊപ്പം സെലേനിയവും മഗ്നീഷ്യവുമൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ നിത്യവും ആഹാരത്തിലുണ്ടായാൽ മൈഗ്രെയിൻ എന്നല്ല ഒരസുഖവും വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആഹാരത്തിൽ ഇവയൊന്നും കിട്ടുന്നില്ല എന്നുറപ്പുണ്ടെങ്കിൽ മൾട്ടി വൈറ്റമിൻ ഗുളികകളും പ്രോട്ടീനും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും അടങ്ങിയ സപ്ലിമെൻറ്റുകളും നിത്യവും ആഹാരത്തോടൊപ്പം കഴിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. മൈഗ്രെയിൻ്റെ തീവ്രത കുറയ്ക്കുവാനും ശമിപ്പിക്കുവാനും
വൈറ്റമിൻ B2, കോ എൻസൈം Q10 എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ രോഗത്തെ അകറ്റി നിർത്താൻ സാധിക്കും. തലവേദന പിന്നെ തലവേദനയായി തീരില്ല. ഇതോടെ ഗുരുവൈദ്യം ഇവിടെ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.